ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി.ജെ.പി. വോട്ടുകൾ കൂട്ടിക്കൂട്ടി വന്ന മണ്ഡലമാണ് തൃശൂർ. 2011 രവികുമാർ ഉപ്പത്ത് മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് വെറും 6697 വോട്ട് മാത്രം. 2016 ബി ഗോപാലകൃഷ്ണൻ അത് 24,748 ഉയർത്തി. 2021 സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ വീണ്ടും കൂടിയത് 40,457. അന്ന് പി ബാലചന്ദ്രനും പത്മജയ്ക്കും പിന്നിൽ സുരേഷ് ഗോപി മൂന്നാമതായെങ്കിലും ജയിച്ച ബാലചന്ദ്രനും മൂന്നാം സ്ഥാനത്തേക്ക് പോയ സുരേഷ് ഗോപിക്കും ഇടയിലുള്ള വോട്ട് വ്യത്യാസം വെറും 3806 മാത്രം. ബാലചന്ദ്രൻ ജയിച്ചത് വെറും 946 വോട്ടിന്. ഇനി 2024 സുരേഷ് ഗോപി ജയിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് കിട്ടിയ വോട്ട് എത്രയെന്ന് നോക്കാം. 55,057 വോട്ടാണ് സുരേഷ് ഗോപി നേടിയത്. രണ്ടാം സ്ഥാനത്ത് വന്ന കെ മുരളീധരനേക്കാൾ 14,117 വോട്ട് കൂടുതൽ. ഇനി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിലേക്ക് വരാം. കോൺഗ്രസ് വിട്ടുവന്ന പത്മജയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി. ബി.ജെ.പി. വോട്ടുകളും വ്യക്തിഗത വോട്ടുകളും പത്മജ പെട്ടിയിലാക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ മേയർ കൂടിയായ രാജൻ പല്ലൻ അടിമുടി തൃശൂർക്കാരൻ, ഏറെ ജനകീയൻ. രാഷ്ട്രീയത്തിൽ പല്ലനും പത്മജയും ഉശിര് കാട്ടിയവർ. അവരോളം മിടുക്ക് അതിൽ ആലങ്കോടിനില്ല. കവിയാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല മനുഷ്യനാണ്, എനിക്കും നിങ്ങൾക്കും സുഹൃത്താണ് ഇടത് സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അതിനപ്പുറവും ചിലത് വേണമല്ലോ. പി ബാലചന്ദ്രൻ 946 വോട്ടിന് കടന്നുകൂടിയ 2021 സാഹചര്യമല്ല നിലവിലുള്ളത്. ഭരണവിരുദ്ധ തരംഗമുണ്ടായാൽ അതിനെയും 2024 സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായ മണ്ഡലത്തിന്റെ ബി.ജെ.പി. അനുകൂല സ്വഭാവത്തെയും മറികടക്കാൻ ആലങ്കോടിന് സാധിച്ചില്ല. ഇല്ലെങ്കിൽ മണ്ഡലം ഇടതുമുന്നണിക്ക് നഷ്ടമാകും. അപ്പോൾ പല്ലനോ പത്മജയോ എന്ന ചോദ്യം മാത്രം ശേഷിക്കും. കോൺഗ്രസിന് ഏത് തിരഞ്ഞെടുപ്പിലും 40,000-ലധികം വോട്ട് തൃശൂർ മണ്ഡലം നൽകിയിട്ടുണ്ട്. 2021 പത്മജ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചപ്പോൾ കിട്ടിയത് 43,317 വോട്ടാണ്. സുരേഷ് ഗോപി ജയിച്ച 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരന് 40,940 വോട്ട് കിട്ടി. ഇക്കുറി പ്രാദേശികമായി കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രാജൻ പല്ലൻ. അതിനാൽ പോരാട്ടം പല്ലനും പല്ലന്റെ പഴയ നേതാവായ കെ കരുണാകരന്റെ മകളും തമ്മിൽ. പല്ലനോ പത്മജയോ? തൃശൂർക്കാർ മാനത്തോട്ടു നോക്കുന്നു. അവസാനത്തെ അമിട്ട് വിരിയുമ്പോൾ ആര് പൊട്ടും?